സിമ്പിൾ സ്റ്റെപ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് വിറ്റമിൻസ് ആണ്, ജീവകങ്ങൾ. വിറ്റമിൻസ് എന്ന പേര് സജസ്റ്റ് ചെയ്ത ശാസ്ത്രജ്ഞനാണ് കാസിമർ ഫങ്ക്. അതുപോലെ കോ എൻസൈംസ് എന്നുകൂടി വിറ്റമിൻസിന് പേരുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബോഡി നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വിറ്റമിൻസ് വേണം. അപ്പോൾ ബോഡി കോപ്പറേറ്റ് ചെയ്യാൻ വിറ്റമിൻസ് വേണം എന്നുള്ളതിൽ കോ എൻസൈംസ് എന്ന് നമുക്ക് കോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിറ്റമിൻസിന്റെ അഭാവം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷനിങ് ഒന്നും ശരിയാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഫണ്ണൊക്കെ പോകും. അപ്പോൾ ആ ഫൺ എന്ന വാക്ക് ഫംഗിലേക്ക് കണക്ട് ചെയ്യുക. കാസിമർ ഫങ്കാണ് വിറ്റമിൻസ് എന്ന പേര് സജസ്റ്റ് ചെയ്തത്. കോ എൻസൈംസ് എന്നുകൂടി വിറ്റമിൻസ് അറിയപ്പെടുന്നു. ഇനി വിറ്റമിൻസ് കൊഴുപ്പിൽ അലിയുന്നതും വെള്ളത്തിൽ അലിയുന്നതും ഉണ്ട്. അപ്പോൾ കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിൻസ് ഏതൊക്കെയാണ്? വിറ്റമിൻ കെ, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, വിറ്റമിൻ എ. ഈ 4 വിറ്റമിൻസ് ആണ് കൊഴുപ്പിൽ അലിയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? നമുക്കറിയാം, കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്നുള്ളത് നമുക്കറിയാം, പലപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ കൊഴുപ്പ് കേട എന്നുള്ളതിൽ കോഡ് ചെയ്താൽ KEDA, കേട എന്ന് ഓർത്താൽ വിറ്റമിൻസ് കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിൻസ് KED&A എന്ന് സിമ്പിളായിട്ട് ഓർക്കാം. ബാക്കി വരുന്ന ബിയും സിയുമാണ് വെള്ളത്തിൽ അലിയുന്ന വിറ്റമിൻസ്. വെള്ളത്തിൽ അലിയുന്ന വിറ്റമിൻസ് ബിയും സിയുമാണ്. ഇനി ഈ ക്ലാസ്സിൽ കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിനുകളെ പറ്റി നമുക്ക് നോക്കാം. വിറ്റമിൻ എ, റെറ്റിനോൾ എന്നാണ് ശാസ്ത്രീയ നാമം. വിറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് വിറ്റമിൻ എ. അതുപോലെ വിറ്റമിൻ എ അധികമായാൽ നമ്മുടെ കരളിലാണ് അടിഞ്ഞുകൂടുക. വിറ്റമിൻ എ അധികമായാൽ കരളിലാണ് അടിഞ്ഞുകൂടുക. നമ്മൾ മലയാളികൾ സ്നേഹം കൂടുമ്പോൾ പറയുന്നതാണ് കണ്ണേ കരളെ എന്നൊക്കെ. അപ്പോൾ വിറ്റമിൻ എ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എ ആദ്യത്തെ അക്ഷരമാണ്. കണ്ണേ കരളെ എന്നോർക്കുക. കണ്ണിന്റെ ആരോഗ്യം കരളിൽ അടിഞ്ഞുകൂടുന്നു എന്നും കണക്ട് ചെയ്യാം. ഇനി കണ്ണിലെ നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് കണ്ണിന്റെ ഏറ്റവും അവസാനത്തെ ലെയറായ റെറ്റിനയിൽ ഇമേജ് പതിയുമ്പോഴാണ്. അപ്പൊ ആ റെറ്റിന എന്നുള്ളതിൽ റെറ്റിനോൾ എന്ന പേരും നമുക്ക് ഓർക്കാവുന്നതാണ്. ഇനി പ്രോവൈറ്റമിൻ എ. പ്രോവൈറ്റമിൻ എ എന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ ആണ്. പ്രോവൈറ്റമിൻ എ എന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ ആണ്. ഇനി വിറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്, അതുപോലെ സീറോഫ്താൽമിയ. എടുത്തു ചോദിക്കുകയാണെങ്കിൽ വിറ്റമിൻ A2 അഭാവം മൂലമാണ് സീറോഫ്താൽമിയ. ചോദ്യം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ എയുടെ അഭാവം മൂലമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്, അതുപോലെ സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. ഇനി വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ത്വക്കിനടിയിലാണ് നമ്മുടെ വിറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഡി അറിയപ്പെടുന്നു. ഇനി വിറ്റമിൻ ഡി കാൽഷ്യം ആഗിരണം ചെയ്യാനാണ് സഹായിക്കുന്നത്. വിറ്റമിൻ ഡി കാൽഷ്യം ആഗിരണം ചെയ്യാനാണ് സഹായിക്കുന്നത്. ആ വാക്കിൽ തന്നെ, കാൽഷ്യം എന്ന വാക്കിൽ തന്നെ കാൽസിഫെറോൾ ഉണ്ട്. അപ്പോൾ വിറ്റമിൻ ഡി കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു, കാൽസിഫെറോൾ എന്നും അതിലുണ്ട്. ഇനി വിറ്റമിൻ ഡി അതുകൊണ്ട് തന്നെ കാൽഷ്യം ആഗിരണം ചെയ്യുമ്പോൾ എല്ലുകൾക്കും പല്ലുകളുടെ വളർച്ചയ്ക്ക് വിറ്റമിൻ ഡി അനിവാര്യമാണെന്ന് നമുക്ക് കാണാം. ഇനി വിറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത വിറ്റമിനാണ് വിറ്റമിൻ ഡി. സൂര്യപ്രകാശം തന്നെ കൊള്ളണം. അതുകൊണ്ടാണ് കുട്ടികൾ വെയിൽ കൊണ്ട് കളിക്കട്ടെ, വളരട്ടെ എന്നൊക്കെ പഴമക്കാര് പറയുന്നത്. കുട്ടികളിൽ വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് കണ അഥവാ റിക്കറ്റ്സ്. ഇനി മുതിർന്നവരിൽ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ മലേഷ്യ. നമ്മൾ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. ഓസ്റ്റിയോ സംതിങ് റിലേറ്റഡ് ടു ബോൺസ്. അപ്പോൾ മുതിർന്നവരിൽ
ഡി ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് ഓസ്റ്റിയോമലേഷ്യ ആണ്. കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ് ആണ്. പിന്നെ വിറ്റമിൻ ഡിനെ സ്റ്റിറോയിഡ് വിറ്റമിൻ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വിറ്റമിൻ ഡി. ഇനി വിറ്റമിൻ ഇ. വിറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ എന്നാണ്. വിറ്റമിൻ ഡി ബ്യൂട്ടി വിറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വിറ്റമിൻ ഡി ബ്യൂട്ടി വിറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ടോക്ക് ചെയ്യുന്നത് ബ്യൂട്ടിയെ പറ്റിയാണ് അല്ലേ? ടോക്ക് ചെയ്യുന്നത് ബ്യൂട്ടിയെ പറ്റിയാണ്. അപ്പോൾ വിറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ എന്ന് അവിടെ നമുക്ക് കിട്ടും. അതേപോലെ ബ്യൂട്ടി വിറ്റമിൻ എന്ന പേരും അവിടെ കിട്ടും. ഇനി വിറ്റമിൻ ഇ പ്രത്യുൽപാദനത്തിനെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആന്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഇ അറിയപ്പെടുന്നു. അപ്പോൾ വിറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി ആണ്. ഓക്കെ. അപ്പോൾ ഹോർമോൺ വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഇ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് വിറ്റമിൻ ഇ. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നു, ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നു, ഹോർമോൺ വിറ്റമിൻ എന്നറിയപ്പെടുന്നു, ആന്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഇ അറിയപ്പെടുന്നു. ഇനി വിറ്റമിൻ കെ. വിറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ എന്നാണ് വിറ്റമിൻ കെയുടെ പേര്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ കൊയാഗുലേഷൻ വിറ്റമിൻ എന്ന് കെ അറിയുന്നു. ആന്റി കൊയാഗുലേഷൻ അല്ല, കൊയാഗുലേഷൻ വിറ്റമിൻ. രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയാണ് കൊയാഗുലേഷൻ എന്ന്. ഇനി ഈ അവസ്ഥ പറയുന്ന പേരാണ് ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തസ്രാവം. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെ പറയുന്ന പേര്. വിറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് രക്തസ്രാവം അല്ലെങ്കിൽ ഹീമോഫീലിയ. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ ബ്ലീഡിംഗ് ഒന്നും നിൽക്കാണ്ട് ഒരാൾ കിടക്കുകയാണെങ്കിൽ കിടപ്പിലാവും എന്ന് നമ്മൾ ഓർക്കാം. അപ്പോൾ പില്ലോയിൽ ആവും ഫില്ലോക്വിനോൺ എന്ന് വിറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഹീമോഫീലിയ ഡേ. ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17-നാണ്. ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17-നാണ്. മറ്റൊരു കാര്യം, ഹീമോഫീലിയ എന്ന അസുഖത്തിൻ്റെ മറ്റു പേരുകളാണ് റോയൽ ഡിസീസ്, അതുപോലെ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഇനി ഈ പ്രാവശ്യത്തെ 2020 ഹീമോഫീലിയ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ ഗെറ്റ് പ്ലസ് ഇൻവോൾവ് എന്നാണ്. ഗെറ്റ് പ്ലസ് ഇൻവോൾവ് എന്നാണ് ഈ പ്രാവശ്യത്തെ ഹീമോഫീലിയ ഡേയുടെ തീം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വിറ്റമിൻ എന്ന പേര് സജസ്റ്റ് ചെയ്തത് കാസിമർ ഫങ്ക്. വിറ്റമിൻ്റെ അഭാവം മൂലം നമ്മുടെ ജീവിതത്തിൽ ഫണ്ണൊന്നും ഉണ്ടായിരിക്കില്ല എന്ന രീതിയിൽ ഫങ്ക് എന്ന് നമുക്കങ്ങനെ ഓർക്കാം. ഇനി കോ എൻസൈം എന്നുകൂടി വിറ്റമിൻസ് അറിയപ്പെടുന്നു. നമ്മളുടെ വിറ്റമിൻ്റെ അഭാവം മൂലം നമ്മുടെ ബോഡി കോപ്പറേറ്റ് ചെയ്യില്ല എന്നുള്ളതിൽ നിന്ന് കോ എൻസൈംസ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിനുകൾ കെ, ഇ, ഡി ആൻഡ് എ. ഈ 4 വിറ്റമിൻസ് ആണ് കൊഴുപ്പിൽ അലിയുന്നത്. കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്നോർത്താൽ ഈ 4 വിറ്റമിൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി വെള്ളത്തിൽ അലിയുന്ന വിറ്റമിൻസ് 2 ബിയും സിയും. ഇതിൽ പെടാത്ത ബാക്കി 2 ബിയും സിയും. ഇനി കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിനുകളെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് വിറ്റമിൻ എ, റെറ്റിനോൾ. റെറ്റിനോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് വിറ്റമിൻ എ. അപ്പോൾ കണ്ണിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറായ റെറ്റിന, അതിൽ ഇമേജ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഇതിൽ നിന്ന് തന്നെ റെറ്റിനോൾ എന്ന പേര് നമുക്ക് ഓർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മലയാളികൾ സ്നേഹം വരുമ്പോൾ പറയുന്നതാണ് കണ്ണേ കരളെ എന്നുള്ള പ്രയോഗം. അതിൽ നിന്ന് കണ്ണിൻ്റെ ആരോഗ്യം, അതുപോലെ അധികമായാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റമിൻ എന്ന് ചോദിച്ചാൽ എ ആണ്, ഓർക്കാൻ എളുപ്പമാണ്. ഇനി വൈറ്റമിൻ എ എന്ന വർണ്ണവസ്തു, വൈറ്റമിൻ എ എന്ന വർണ്ണവസ്തു വാസ്തവത്തിൽ ബീറ്റ കരോട്ടിൻ ആണ്. അതുപോലെ വിറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്, അതുപോലെ സിറോഫ്താൽമിയ. A2 എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ സിറോഫ്താൽമിയ ആണ്. ഇനി വിറ്റമിൻ ഡി ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്, ത്വക്കിനടിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. സൺഷൈൻ വിറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. കാൽസ്യം ആഗിരണം ചെയ്യുന്നത് കൊണ്ട്
കാൽസിഫെറോൾ എന്ന പേര് വന്നിരിക്കുന്നു. എല്ലുകൾക്കും പല്ലുകളുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് വിറ്റമിൻ ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭ്യമല്ലാത്ത വിറ്റമിനാണ് വിറ്റമിൻ ഡി. അതുപോലെ കുട്ടികളിൽ വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന രോഗം. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗമാണ് കാണപ്പെടുന്നത്. ഇനി സ്റ്റിറോയിഡ് വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വിറ്റമിൻ ഡി ആണ്. ഇനി വിറ്റമിൻ ഇ, ടോക്കോഫെറോൾ എന്നാണ് ശാസ്ത്രീയ നാമം. ബ്യൂട്ടി വിറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നു. ബ്യൂട്ടിയെ പറ്റിയാണ് നമ്മളിപ്പോൾ കൂടുതലും ടോക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് ടോക്കോഫെറോൾ അതുപോലെ ബ്യൂട്ടി വിറ്റമിൻ നമുക്ക് ഓർക്കാവുന്നതാണ്. ഇനി പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റമിൻ ആയതുകൊണ്ട് ആന്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഇ അറിയപ്പെടുന്നു. അപ്പോൾ വിറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ് വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകുന്നത്. ഹോർമോൺ വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ ഇ അറിയപ്പെടുന്നു. ഇനി വിറ്റമിൻ കെ, ഫില്ലോക്വിനോൺ എന്നാണ് ശാസ്ത്രീയ നാമം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. ഇനി അതുകൊണ്ട് തന്നെ കൊയാഗുലേഷൻ വിറ്റമിൻ എന്നുകൂടി വിറ്റമിൻ കെ അറിയപ്പെടുന്നു. രക്തം കട്ട പിടിക്കാത്ത ആ അവസ്ഥ രക്തസ്രാവം അല്ലെങ്കിൽ ഹീമോഫീലിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹീമോഫീലിയയുടെ മറ്റു പേരുകളാണ് റോയൽ ഡിസീസ് അതുപോലെ ക്രിസ്മസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഹീമോഫീലിയ ഡേ എന്നുള്ളത് ഏപ്രിൽ 17 2020 ഹീമോഫീലിയ ഡേയുടെ തീം ഗെറ്റ് പ്ലസ് ഇൻവോൾവ് എന്നാണ് 2020 തീം. അപ്പോൾ അത്രയുമാണ് കൊഴുപ്പിലലിയുന്ന വിറ്റമിനുകൾ. അടുത്ത ക്ലാസ്സിൽ വെള്ളത്തിലലിയുന്ന വിറ്റമിനുകളായ ബിയും സിയും അതിനെ പറ്റി നോക്കാം. താങ്ക് യു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.